നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരും ഒന്നും കഴിഞ്ഞവരല്ല, ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മളൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ നേടുന്ന സ്കില്ലും ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിനെ കുറിച്ച് പഠിക്കണം എന്ന് പറയുന്നതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് മുന്നോട്ട് വരുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 99% ആളുകളും അങ്ങനെ തന്നെയാണ്. ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് ദൈർഘ്യമേറിയേക്കാം, ചിലപ്പോൾ കുറച്ചായിരിക്കും. ഞാൻ വിത്തൗട്ട് സ്ക്രിപ്റ്റിലാണ് പറയുന്നത്. ഈ സ്ക്രിപ്റ്റിന്റെ ഗുണവും ദോഷവും ഒക്കെ നമുക്ക് ഭാവിയിൽ വരുന്ന വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിൽ സ്ക്രിപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് എത്രത്തോളം ദൈർഘ്യത്തിലേക്ക് പോകും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒറ്റൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ യൂട്യൂബിനെ കുറിച്ച് അറിയണം അല്ലെങ്കിൽ പഠിക്കണം എന്ന ഉറച്ച വിശ്വാസത്തോടെ വന്നാലാണെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ഈ വീഡിയോ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അത് ഞാൻ 100% ഉറപ്പ് തരുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള A to Z കാര്യങ്ങളാണ്. A to Z കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന് ബോണസായിട്ട് ABC എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് ഞാൻ 100% ഉറപ്പ് പറയുന്നു. ആരും നിങ്ങൾക്ക് ഇതുവരെ അത് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. എൻ്റെ പേര് റോഷൻ. ചിലർക്കൊക്കെ എന്നെ അറിയായിരിക്കും, ചിലർക്ക് എന്നെ പരിചയം ഉണ്ടായിരിക്കില്ല, ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. ഞാനൊരു ഇൻസ്റ്റാഗ്രാം മൈക്രോ ഇൻഫ്ലുവൻസറാണ്. എൻ്റെ നീഷ ഫിലിമാണ്. ഏകദേശം ഈ ഒരു സമയത്ത് 85,000-ഓളം അടുത്ത് ഫോളോവേഴ്സ് ഇപ്പോൾ എനിക്കുണ്ട്. അതല്ലാതെ വാരിയസ് പ്ലാറ്റ്ഫോംസിലായിട്ട് എനിക്ക് ഏകദേശം 2 ലക്ഷത്തോളം ഫോളോവേഴ്സും സപ്പോർട്ടേഴ്സും സബ്സ്ക്രൈബേഴ്സും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. എന്നോട് പലരും ചോദിക്കുന്നതാണ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള മേഖലയിലൊക്കെ നമ്മൾ കടന്നു വന്നിട്ട് കാര്യമുണ്ടോ? ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ബഡ്ജറ്റ് നമുക്ക് കിട്ടുമോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം, ഞാനൊരു ചെറിയ 10,000 രൂപേൻ്റെ ഫോണിലായിരുന്നു ഇത് ഷൂട്ട് ചെയ്തത്. ഇപ്പം ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് സോണിയുടെ ഒരു ക്യാമറയിലാണ്. ഇതെൻ്റെ യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ എനിക്ക് കൊളാബ് ചെയ്ത് കിട്ടിയിട്ടുള്ള വരുമാനം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത്. അന്ന് 10,000-ൻ്റെ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഐഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടിയിട്ടുള്ള വരുമാനമാണ്. അപ്പോൾ ഇത് നിങ്ങളൊരിക്കലും ഹൈഫിൽ എത്തിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും വേണ്ടിയിട്ടല്ല. എനിക്ക് ആകെ 3 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പഠനം നിർത്താൻ പറ്റാത്തൊരു ഘട്ടമാണ്. സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാനിപ്പോഴും പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു 3 വർഷത്തിൽ ലഭിച്ചിട്ടുള്ള ചെറിയ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലുമായിട്ട് ഇറങ്ങി തിരിക്കാമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിക്കുകയോ അങ്ങനെയൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം നിങ്ങളൊന്നുമില്ലാതെ തുടങ്ങുക. നിങ്ങളുടെ കയ്യിലൊരു ഫോണുണ്ടോ? നിങ്ങളിപ്പോൾ കാണുന്ന ഒരു ഫോണില്ലേ, ആ ഫോണിൽ തുടങ്ങുക. ആ ഫോണിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുക, ആ ഫോണിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുക, ആ ഫോണിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. ആ ഫോണിലൂടെ തന്നെ നിങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയാണെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യുക. എൻ്റെ ജീവിതം പഠിപ്പിച്ചത് ബാക്കിയൊക്കെ പിന്നാലെ വന്നോളൂ എന്നാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇതിൽ ഏകദേശം 8 മുതൽ 9 വരെ പോയിന്റ്സ് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഈ പോയിന്റ്സിനെ കുറിച്ചൊക്കെ ഓരോന്നിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അപ്കമിങ് ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു വീഡിയോ ആയിരിക്കും വരിക. നാളെ നിങ്ങൾക്ക് വരുന്ന വീഡിയോ അതിന് ബന്ധപ്പെട്ടിട്ടായിരിക്കില്ല. അത് മെൻ്റൽ പ്രിപ്പറേഷനെ പറ്റിയിട്ടാണ്. അത് ആരും പറയാത്തതാണ്. നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആയാൽ മാത്രമേ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യമായിരിക്കും അടുത്തത്. അത് കഴിഞ്ഞതിന് ദിവസം ഞാൻ ഈ പറയുന്ന ഓരോ പോയിന്റും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ കണ്ടന്റ് വെച്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ സമയത്തിന് ഞാൻ ഉറപ്പായിട്ടും വരാൻ ഏൽപ്പിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്തത് നിങ്ങൾക്കൊരു Gmail അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലരും ചെയ്യുന്നൊരു പരിപാടിയാണ്. ഓൾറെഡി ഉപയോഗിച്ചിരിക്കുന്ന ആ Gmail അക്കൗണ്ട് വെറുതെ അങ്ങോട്ടൊക്കെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യും. ചിന്തിക്കേണ്ട ഒരു കാര്യം, നാളെ ഒരുപാട് ലക്ഷക്കണക്കിന് പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതിന് അത്രയും സെക്യൂറും അത്രയും നല്ലൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യം നിങ്ങളൊരു Gmail അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയതിന് ശേഷം യൂട്യൂബിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിന് നിങ്ങളുടെ അക്കൗണ്ട്സ് എന്തിന് ബന്ധപ്പെട്ടിട്ടാണോ അത് കൊടുക്കുക. അക്കൗണ്ടിൻ്റെ പേര് കൊടുക്കുക, നല്ലൊരു DP, അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു DP കൊടുക്കുക, നല്ലൊരു കവർ ഫോട്ടോ കൊടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ട് അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ നമുക്ക് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം 3 ഓപ്ഷൻസ് ആണ് അവിടെ വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് പോസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ഷോർട്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് ലോങ് വീഡിയോ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയുള്ള വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും. പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റിയെ അറിയിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റൊക്കെ കാണാറില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില കണ്ടന്റ് ക്രിയേഷൻസിൻ്റെ യൂട്യൂബ് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ലിങ്കോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ കാണാൻ പറ്റും. ഇതാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഏകദേശം 5 സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഷോർട്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് ഒത്തിരി ടെൻഷനും വേണ്ട.
ഇനി അടുത്തത് ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദൈർഘ്യത്തിൽ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളോട് ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യാം, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആ ഒരു രീതിയിലായിരിക്കണം കാര്യം ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മുമ്പിലിരിക്കുന്നത് നിങ്ങളാണെങ്കിലും എനിക്കാണെങ്കിലും ടൈമിന് അത്രയും വാല്യൂ ഏൽപ്പിക്കുന്ന ആളുകളാണ്. സോ അവർക്ക് ഒരുപാട് നേരം കാത്തിരുന്ന ഒരു വീഡിയോ കാണാം, ചിലപ്പോൾ അതിനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ വ്യക്തമായി മനസ്സിലാവും ആ ഒരു രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു മേലെ ഒരു പ്ലസ് ഐക്കൺ കാണുന്നുണ്ടാവും. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ കാണാം വീഡിയോ എന്നുള്ളത് ചോയ്സ് ചെയ്യുക. വീഡിയോ ചോയ്സ് ചെയ്തതിന് ശേഷം ഏത് വീഡിയോ ആണോ ക്ലിക്ക് ചെയ്യേണ്ടത് അത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തിട്ട് അതിന് ക്യാപ്ഷൻ കൊടുക്കുക, തംബ്നെയിൽ കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു ഏകദേശം ഒരു ഐഡിയ തന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ തംബ്നെയിലും ക്യാപ്ഷനുമാണ്. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ഒരു മണിക്കൂർ വേണ്ടി വന്നു, എഡിറ്റ് ചെയ്യാൻ ഒരു മണിക്കൂർ വേണ്ടി വന്നു, 2 മണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് അത് നിങ്ങൾ ലോ ക്വാളിറ്റി ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ആണെങ്കിൽ നല്ല കണ്ടന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഹൈ ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യുന്ന സംഭവമായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്താൽ മാത്രം ഇത് എന്ത് ക്വാളിറ്റിയാണോ നല്ല കണ്ടന്റ് ആണോ എന്നൊക്കെ ആളുകൾ അറിയുള്ളൂ. ഒരാളൊരു വീഡിയോ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതിനെ സഹായിക്കുന്ന 2 കാര്യങ്ങളാണ്, ഒന്ന് ക്യാപ്ഷനും വേറൊന്ന് തംബ്നെയിലും. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തംബ്നെയിലോ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷനോ മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീഡിയോ. നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടു ഒന്നും ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് അറിയില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എത്ര എഫേർട്ട് ഇട്ടു അത് നിങ്ങൾ ഒരിക്കലും അറിയില്ല. നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ വരുന്നു, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് എൻ്റെ തംബ്നെയിലോ എൻ്റെ ക്യാപ്ഷനോ അട്രാക്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തത് അല്ലേ. അപ്പോൾ ആ ഒരു സംഭവം ഏറ്റവും വൃത്തിയിൽ ചെയ്യാൻ നോക്കുക. അതിനുവേണ്ടി നിങ്ങൾ 2 ദിവസമോ 3 ദിവസമോ എടുത്താലും നോ പ്രോബ്ലം. കാരണം നിങ്ങൾ അടിപൊളി വീഡിയോ ക്രിയേറ്റ് ചെയ്തു, അതിന് മോശം തംബ്നെയിലും മോശം ക്യാപ്ഷനും കൊടുത്തു. അതിൻ്റെ ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. തക്കാളി പെട്ടിയിൽ നമ്മൾ സ്വർണ്ണം ഇട്ടതുപോലെ ആയിരിക്കും, ആരും അതിനെ മൈൻഡ് ചെയ്തെന്ന് വരില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എത്ര വില മതിക്കുന്ന സാധനമായിരിക്കണം. അത് സ്വർണ്ണമാണെന്നുള്ളത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം. അതുപോലെ ആയിരിക്കണം നിങ്ങൾക്ക് തംബ്നെയിൽ ഉണ്ടാവേണ്ടത്. നിങ്ങളുടെ വീഡിയോനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമായിരിക്കും ഈ കീവേഡ് ഹാഷ്ടാഗ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്, അതിൻ്റെ താഴെ കീവേഡ് കൊണ്ടുപോയിട്ട് സ്പോർട്സ് മെസ്സി എന്ന് കൊടുക്കരുത്. ഇത് 2 നല്ല കീവേഡ്സ് ആണ്, പക്ഷേ അതൊരിക്കലും നിങ്ങളുടെ റിയൽ ഓഡിയൻസിലേക്ക് ആയിരിക്കില്ല എത്തുക. ഈ റിയൽ ഓഡിയൻസിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു മൂവി റിവ്യൂവറാണ്. അപ്പോൾ എൻ്റെ കണ്ടന്റ് പോകേണ്ടത് മൂവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്കാണ്. നേരെ കുറച്ച് സ്പോർട്സ് ആരാധകൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ മെസ്സിൻ്റെ ആരാധകൻ്റെ അടുത്തേക്കോ പോയിട്ട് കാര്യമില്ല. പോയിട്ട് കംപ്ലീറ്റ്ലി കാര്യമില്ല എന്നല്ല, സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന പോലെ സിനിമ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടാവാം. പക്ഷേ നമുക്ക് വേണ്ടത് കംപ്ലീറ്റ്ലി ടാർഗറ്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനാണ് അല്ലേ. അപ്പോൾ നമ്മളത് സിനിമ, അതായത് ഞാൻ അതിൻ്റെ കീവേഡിൽ കൊടുക്കുന്നു സിനിമ, അല്ലെങ്കിൽ ഹാഷ്ടാഗിൽ കൊടുക്കുന്നു ഫിലിം, അല്ലെങ്കിൽ മലയാളം സിനിമ, അങ്ങനെ ഒരുപാട് മോഹൻലാൽ മമ്മൂട്ടി, ഇതൊക്കെ നല്ല കീവേഡ്സും കാര്യങ്ങളാണ്. പക്ഷേ എല്ലാം ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു മലയാള സിനിമേൻ്റെ റിവ്യൂവിൻ്റെ താഴെ പോയിട്ട് ഷാറുഖ് ഖാൻ എന്ന കീവേഡ് ഉപയോഗിച്ചാൽ അത് മിസ്ലീഡിങ് ആണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള കീവേഡുകളും ഹാഷ്ടാഗുകളും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരാൾ യൂട്യൂബിൽ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുകയാണ്, അപ്പോൾ അത് നിങ്ങളുടെ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ കീവേഡ് ഹാഷ്ടാഗും കൊടുത്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് അതായത് അവർക്ക് കാണുന്ന രീതിയിൽ നിങ്ങളുടെ വീഡിയോ കൊണ്ടുപോയി വെക്കും. അപ്പോൾ അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് കീവേഡും ഹാഷ്ടാഗും എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ വെക്കണം, ഏത് തരത്തിൽ ജനറേറ്റ് ചെയ്യാം, മുഖേന ഇത് എങ്ങനെ സഹായിക്കാം എന്നൊക്കെ ഉള്ളത് ഞാൻ ഭാവിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എന്ത് സംശയം എന്നുണ്ടെങ്കിൽ താഴെ ചോദിക്കാം, ഏത് തരത്തിലുള്ള കണ്ടന്റാണ് വേണ്ടതെന്നുള്ളത് താഴെ പറയാം. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും കുഴപ്പമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. എന്ത് തിരുത്താനും ഞാൻ റെഡിയാണ്. കാരണം ഞാൻ എപ്പോഴും 1% എങ്കിലും ബെറ്റർ ആവാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ കാൺബിലോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കീവേഡ് കൊടുത്തു, വീഡിയോ അപ്ലോഡ് ചെയ്തു, എല്ലാം വൃത്തിക്ക് ചെയ്തു, തംബ്നെയിൽ ചെയ്തു, എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ ആയി അങ്ങനെ പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്തു. ശേഷം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, ഇതിന് വ്യൂ വരുമോ. നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു, 1 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞു. എന്നാലും 2-3 ആളുകളൊക്കെ വന്ന് കാണുന്നുണ്ട്, കുറച്ച് പേര് വന്ന് കാണുന്നുണ്ട്, ഫാമിലിയുള്ള പലരും വന്ന് കാണുന്നുണ്ട്. അങ്ങനെ വീഡിയോ ഒരു 8 മണിക്കൂർ കഴിഞ്ഞു. 8 മണിക്കൂർ കഴിഞ്ഞിട്ടും നിങ്ങളുടെ വീഡിയോ നല്ലതാണ്,
പക്ഷെ ഓവർ ആളുകൾ കാണുന്നില്ല. ഇങ്ങനെ ഒരു പ്രശ്നം വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കറക്ഷൻ ഇതിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോ വിചാരിച്ച രീതിയിലേക്ക് റീച്ചിലെത്തുന്നില്ലെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തംബ്നെയിലോ അല്ലെങ്കിൽ ക്യാപ്ഷനോ മോശമോ അല്ലെങ്കിൽ അത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിൻ്റെയിലേക്ക് എത്താത്തതിൻ്റെ ഒരു പ്രശ്നവും ആയിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബോണസ് ടിപ്പ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ തംബ്നെയിലും ക്യാപ്ഷനും ഉടനെ മാറ്റുക. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിലൊരു സ്വർണ്ണമുണ്ട്, പക്ഷേ അത് തക്കാളിപ്പെട്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ആരും നോക്കിയെന്ന് വരില്ല. സോ അത് സ്വർണ്ണമാണെന്ന് അറിയിക്കണം. അപ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആ ഒരു ക്യാപ്ഷനും ആ ഒരു തംബ്നെയിലും ഇല്ലേ, അത് നിങ്ങൾക്ക് തന്നെ കിട്ടും. അതുകൊണ്ടാണ് എത്ര ദിവസം എടുത്തിട്ടാണെങ്കിലും അത് തന്നെ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മാറ്റുക, നിങ്ങൾക്ക് എന്താണെങ്കിലും റിസൾട്ട് ഉണ്ടാവും. ആ ഒരു റിസൾട്ട്, അതായത് ഇപ്പം നിങ്ങളൊരു 6 മാസം മുമ്പിട്ട വീഡിയോ ആണെങ്കിൽ ആ തംബ്നെയിലും ക്യാപ്ഷനും പരിപാടികളൊക്കെ മാറ്റിക്കഴിഞ്ഞാലും ആ വീഡിയോ റൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ ദ ബെസ്റ്റ്. നിങ്ങൾ യൂട്യൂബിനെ പറ്റി 1% മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. തൽക്കാലം വിട പറയാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ ഉടനെ കാണാം. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ടേ പറ്റുകയുള്ളൂ. അപ്പോൾ സീ യു സൂൺ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ